തിരുവനന്തപുരം വെള്ളനാട് സർവീസ് സഹകരണ ബാങ്ക് മുൻ സെക്രട്ടറി ഇൻചാർജ് അനിൽകുമാറിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടു. സാമ്പത്തിക ബാധ്യതയാണ് ഈ മരണത്തിന് കാരണമെന്നാണ് സംശയം. ബാങ്കിലെ സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട് അനിൽകുമാർ 1.5 കൊല്ലത്തിലധികമായി സസ്പെൻഷനിൽ പുറത്തായിരുന്നു. മനീഷ് മഹിവാൽ വിവരങ്ങളുമായി ചേരുന്നു. മനീഷ്, എന്താണ് കാര്യം? ഇദ്ദേഹം റിട്ടയർ ചെയ്യാൻ വളരെ കുറച്ച് കാലമേ ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനിടയിൽ ഇങ്ങനൊരു ഹത്യ നടത്താൻ കാരണം എന്താണ്? SKN സൂചിപ്പിച്ചതുപോലെ തന്നെ അടുത്ത വർഷം മെയ് മാസത്തിലാണ് ഈ അനിൽകുമാറിന് റിട്ടയർമെൻ്റ് ഉള്ളത്. 57 വയസ്സാണ് ഇയാളുടെ പ്രായം. വെള്ളനാട് വെള്ളൂർപ്പാറ സ്വദേശിയാണ്. പക്ഷേ ചില പ്രശ്നങ്ങൾ ബാങ്കുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. ഈ ബാങ്ക്, അത് വെള്ളനാട് ബാങ്ക് ഭരണത്തിലുണ്ടായിരുന്നത് കോൺഗ്രസ് ഭരണത്തിലായിരുന്നു. പിന്നീട് ആ ബാങ്ക് പ്രസിഡന്റ് ആയിരുന്ന വെള്ളനാട് ശശി പിന്നീട് കോൺഗ്രസ് മാറി CPM-ലേക്ക് എത്തുന്നു. അങ്ങനെ CPM-ൻ്റെ ജില്ലാ പഞ്ചായത്ത് അംഗം വന്നു. അങ്ങനെ പിന്നീട് ഈ ബാങ്കിൻ്റെ ഭരണം അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം എന്ന രീതിയിലെത്തുന്നു. അതിനിടയിലാണ് കഴിഞ്ഞ 1.5 വർഷത്തിനിടെയാണ് ഈ അനിൽകുമാറിനെതിരെ ചില അഴിമതി അല്ലെങ്കിൽ ചില ക്രമക്കേടുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉയർന്നു. അങ്ങനെ 1 കോടി രൂപയെ ബന്ധപ്പെട്ട ക്രമക്കേടിൻ്റെ പേരിലായിരുന്നു അന്വേഷണ വിധേയമായ അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്തത്. ഒപ്പം തന്നെ മറ്റ് പരാതികൾ അനിൽകുമാറിൻ്റെ പേരിൽ ഉണ്ടായിരുന്നു. അങ്ങനെ പരാതികളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണ വിധേയമായ സസ്പെൻഷനിലായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് ഇന്ന് പുലർച്ചെയാണ് ഇദ്ദേഹത്തിൻ്റെ വെള്ളൂർപ്പാറയിലെ വീടിൻ്റെ പിന്നിലെ പ്ലാവിലാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുള്ളത്. പോലീസ് അവിടെ ആര്യനാട് പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിലാണ്. ആര്യനാട് പോലീസ് അവിടെ എത്തി പ്രാഥമിക പരിശോധന നടത്തി. ആത്മഹത്യ എന്ന് തന്നെയാണ് പോലീസിൻ്റെ പ്രാഥമിക നിഗമനം. ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികളടക്കം പൂർത്തിയാക്കി. അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മരണത്തിലേക്ക് നയിച്ചത് ഇത്തരത്തിൽ സസ്പെൻഷനിലായതിൻ്റെ മനോവേദന, ഒപ്പം തന്നെ മറ്റു ചില കടങ്ങളുണ്ടായിരുന്നു. മറ്റൊരാൾക്ക് വേണ്ടിയിട്ടാണ് ഈ ബാങ്കിൽ നിന്നും ഇത്തരത്തിൽ കടമെടുത്തത് അല്ലെങ്കിൽ തിരിമറി നടന്നത്. അത്തരം കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. തിരിമറി നടത്തിയോ ക്രമക്കേട് ഉണ്ടായോ എന്നൊക്കെ തരത്തിലുള്ള പരാതികളും അത്തരം കാര്യങ്ങളിൽ ഒരു അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ അന്വേഷണം പുരോഗമിക്കുന്ന ഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത്. ഇനിയിപ്പോൾ ഈ ബാങ്കിൻ്റെ ഭരണം ഇപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിലാണ്. ഇനിയിപ്പോൾ ഒരു അടുത്ത ഭരണസമിതി വരണമെങ്കിൽ പുതിയൊരു തെരഞ്ഞെടുപ്പിന് ശേഷം മാത്രമായിരിക്കും അടുത്ത ഭരണസമിതി വരിക. എന്താണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടതിനാൽ പോലീസ് അറിയിക്കുന്നത് മറ്റ് സംശയങ്ങളില്ല, മറ്റ് അസ്വാഭാവികളില്ല. എന്താണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട മെഡിക്കൽ കോളേജിലേക്കടക്കം മൃതദേഹം മാറ്റും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.